SKSF-ൻ്റെ ദേശീയ സമ്മേളനം 28-29 തീയതികളിൽ നടക്കുമ്പോൾ 28-ന് എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു, 29-ന് എവിടെയൊക്കെ പരിപാടികൾ നടക്കുന്നു, ക്യാമ്പ് നടക്കുന്നത് എവിടെയാണ്, അതോടൊപ്പം പൊതുസമ്മേളനം നടക്കുന്നത് എവിടെയാണ് എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ, അതോടൊപ്പം ഈ പ്രതിനിധികൾക്ക് എങ്ങനെയൊക്കെയാണ് അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഡൽഹിയിലും ചെന്നൈയിലുമൊക്കെ സമ്മേളനം നടത്തി കൊൽക്കത്തയിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം തയ്യാറെടുപ്പുകൾ കൊൽക്കത്തയിലൊക്കെ നടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് SKSF-ൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറി അസ്ലം ഫൈസി ഇപ്പോൾ സുപ്രഭാതത്തോടൊപ്പം ചേരുകയാണ്. ഫൈസി, ഒരുപാട് ദിവസത്തെ ഒരു അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാനിങ്ങിൻ്റെയൊക്കെ അതിൻ്റെ ഫലം ഈ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. എത്രമാത്രം തയ്യാറെടുപ്പുകളാണ് ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത്? നമ്മൾ 12ഓളം സ്റ്റേറ്റുകളിൽ നിന്നുള്ള SKSF-ൻ്റെ പ്രതിനിധികൾ ഈ ശനി ഞായർ കൂടുന്ന നമ്മുടെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. അതാണ് നമ്മുടെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അതിൽ കാശ്മീരിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്നലെ എത്തിക്കഴിഞ്ഞു. അതുപോലെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളെത്തി, ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് പ്രതിനിധികളെത്തി. ഇനി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ മിക്ക ആളുകളും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തും. അപ്പോൾ ഇതിലെ പ്രതിനിധി സമ്മേളനം, ഉദ്ഘാടന സമ്മേളനം മുതൽ പ്രതിനിധി സമ്മേളനം അവസാനിക്കുന്നതുവരെ നടക്കുന്നത് കൽക്കട്ടയിലെ പുതിയ ഹജ്ജ് ഹൗസിലാണ്. വലിയ 300ഓളം ആളുകൾക്ക് താമസ സൗകര്യമുള്ള വലിയ വിപുലമായ സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹജ്ജ് ഹൗസാണ് ഇവിടുത്തത്. ആ സൗകര്യം നമ്മൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി നമ്മുടെ ഡെലിഗേറ്റ്സ് മീറ്റ് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ശനി ഞായർ ഉച്ചവരെയും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. പൊതുസമ്മേളനം നമ്മൾ വിശ്വബംഗ്ല കൺവെൻഷൻ സെൻ്ററാണ്. ഈസ്റ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ സെൻ്ററാണ്. 3000-ലധികം ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഹാളും അതിനപ്പുറം വേറെ ഒരുപാട് ഹാളുകളുണ്ട്. അതിലേറ്റവും വലിയ ഹാളിൻ്റെ സൗകര്യം 3000-ലധികം ആളുകൾക്ക്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് അത് വലിയൊരു പൊതുസമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി ആദ്യം ഒരു മൈതാനത്ത് പൊതുസമ്മേളനം നടത്താനായിരുന്നു നമ്മുടെ പദ്ധതി ഉണ്ടായിരുന്നത്. പെട്ടെന്ന് മാറിയത് അത് ഒന്ന് മഴ. അപ്പോൾ നിങ്ങൾ അറിയാലോ, 2 ദിവസമായിട്ട് ഇവിടെ തകർത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കാരണം പബ്ലിക് പ്രോഗ്രാം ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവെന്നാണ് നമ്മൾ പരമാവധി ഏറ്റവും സൗകര്യമുള്ള ഒരു ഇൻഡോർ നോക്കിയിട്ടാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ബിഷബംഗ്ല ഓഡിറ്റോറിയം ഉള്ളത്. വലിയ വലിയ ഗവൺമെൻറ് പരിപാടികളും ബിസിനസ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ അവിടെയാണ് നാളെ ഞായർ 4 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള പൊതുസമ്മേളനം അവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, നമ്മളൊരു 5000-ലധികം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു പബ്ലിക് പ്രോഗ്രാം കരുതിയതാണ്. അപ്പോൾ ഇനി അവിടെ സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞത് കൊണ്ട് തന്നെ ഈവൻ പബ്ലിക് പ്രോഗ്രാമിന് കൂടും ഒരു രജിസ്ട്രേഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ മാത്രമാണ് പബ്ലിക് പ്രോഗ്രാമിലും നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കൽക്കട്ട ജില്ലയിലാണ്. അതേസമയം ഇതിനോട് തൊട്ട് അപ്പുറത്തുള്ള ഒരു ജില്ലയാണ് 24 പർഗാനാസ്. ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ 24 പർഗാനാസിൻ്റെതാണ്. അപ്പോൾ അവിടെ നമ്മുടെ സമസ്തയുടെ കീഴിലുള്ള ഒരുപാട് മദ്രസകൾ, സമസ്തയുടെ അംഗീകാരമുള്ളതും അംഗീകാരത്തിന് കാത്തു നിൽക്കുന്നതുമായ 200-ലധികം മക്തബുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മക്തബുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയാൽ തന്നെ അത് ആയിരക്കണക്കിന് ആളുകളാവും. അപ്പോൾ അതിൽ നിന്ന് ഈ മക്തബ് പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളോട് പബ്ലിക് പ്രോഗ്രാം നടത്തുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ നമ്പർ നമ്മൾ നാട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ഡെലിഗേറ്റ്സും തൽപരരായി നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പുറമെ നമ്മുടെ കൽക്കട്ടയിലുള്ള ആളുകൾ, അതുപോലെ ആസാമിൽ നിന്നുള്ള ആളുകൾ, ബീഹാറിൽ നിന്നുള്ള ആളുകൾ, അവരൊക്കെയാണ് നമ്മുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക. ഇവിടെ ഡൽഹിയിലും ചെന്നൈയിലുമൊക്കെ നമ്മൾ SKSF-ൻ്റെ സമ്മേളനവും ബാംഗ്ലൂരിൽ സംസ്ഥയുടെ സമ്മേളനമൊക്കെ നടത്തിയപ്പോൾ നമുക്കവിടെ ഏറ്റവും കൂടുതൽ സഹായകമായത് അവിടുത്തെ ലോക്കൽ ആളുകൾ, അവർ നൽകിയ സപ്പോർട്ട്. അതോടൊപ്പം തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് പല ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഈ സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. മാത്രമല്ല, കേരളം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന കുറച്ച് സ്ഥലം കൂടിയാണ്. പക്ഷേ കൽക്കട്ട അത്ര തന്നെ ഈ ഡൽഹിയും ചെന്നൈയും ഒക്കെ അപേക്ഷിച്ച് അത്ര തന്നെ ആക്സസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ക്രോഡീകരിച്ചത്? ഇവിടെ ഓൾ ഇന്ത്യ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു മതസംഘടന, നമ്മുടെ നാട്ടിലെ സമസ്തയെ പോലെ ഉള്ള ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ നേതാവാണ് അബ്ദുൽ മത്തീൻ സാഹിബ്. അദ്ദേഹം സമസ്തയുമായും ദാറുൽ ഹുദ സിസ്റ്റവുമായും ഒക്കെ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ വരച്ച് കാണിച്ചപ്പോൾ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന റിപ്പോർട്ട് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് കേരളം വ്യത്യസ്തമായി എന്ന് പഠിക്കാൻ കേരളത്തിൽ പല പ്രാവശ്യം വരികയും ദാറുൽ ഹുദയും ജാമിയയും അടക്കം നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചെയ്ത്
ഒരു കേരള മോഡൽ അദ്ദേഹത്തിൻ്റെ ജില്ലയായ 24 പർഗാനാസിൽ നടപ്പിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കോർഡിനേറ്ററെ അദ്ദേഹം നിയമിക്കുകയുണ്ടായി. നമ്മുടെ മൻസൂർ ഉദവി, നമ്മുടെ നിലവിലെ SKSF നാഷണൽ കമ്മിറ്റിയുടെ വർക്കിംഗ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള മഹല്ലുകളിൽ, അദ്ദേഹത്തിൻ്റെ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെല്ലാം മക്തബുകൾ, അത് ഹാദിയയുടെ നേതൃത്വത്തിലുള്ള, തുടക്കത്തിൽ ഹാദിയ തയ്യാറാക്കിയ സിലബസ് പ്രകാരം റൺ ചെയ്യുകയും അത് സമസ്തക്ക് കൊടുത്ത് സമസ്ത അത് അംഗീകരിക്കുകയും ഇപ്പോൾ സമസ്തയുടെ അംഗീകാരത്തോടു കൂടിയുള്ള മദ്രസകൾ, ഇനി ഒരുപാട് മദ്രസകൾ അംഗീകാരത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 200-ലധികം മക്തബുകളുണ്ട്. അതുപോലെ ഖുർആൻ ലിറ്ററസി മിഷൻ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടും പിന്നെ നമ്മൾ SKSFൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലേണിംഗ് സെൻറ്റർ, അത് ആദ്യമായിട്ട് പിന്നെ നമ്മൾ സ്ഥാപിച്ചത് ഇവിടെയുള്ള ഉത്തർദേവിപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളൊരു സ്ഥലമാണ് കൽക്കട്ട. പിന്നെ അതിന് പുറമെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്നതാണ് ദാറുൽ ഹുദയുടെ ബംഗാൾ ഓഫ് ക്യാമ്പസ് ഉണ്ട്. അത് കുറച്ചപ്പുറത്ത് തന്നെ പിന്നെ നമ്മുടെ ആസാമുണ്ട്, ബീഹാറുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം നമ്മുടെ ദാറുൽ ഹുദയുടെയും മറ്റു അനുബന്ധ സംവിധാനങ്ങൾ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ നിന്നൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാനും ഒക്കെ പറ്റും. നമ്മളൊരു പൊതുസമ്മേളനം അതുപോലെ ആയിരുന്നെങ്കിൽ ഒരു വലിയ ഒരു സംഭവമായി, ഒരു വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു സംഭവമായി മാറിയേനെ. പക്ഷേ ഈ പറഞ്ഞ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമ്മളത് ഇൻഡോറിലോട്ട് മാറ്റുകയും നമ്മൾ പാർട്ടിസിപ്പേഷൻ കുറക്കാൻ വേണ്ടി അതിലും ഒരു ഡെലിഗേറ്റ്സ് രജിസ്ട്രേഷനൊക്കെ ആക്കി നിജപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് വന്നാൽ നമ്മൾ 28-ന് എത്ര സെഷനുകളാണ്, ആരൊക്കെയാണ് ഇനാഗുറേഷൻ അധ്യക്ഷത വഹിക്കുന്നത്, എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നടക്കുന്നത്? 28-ാം തീയതി നമ്മൾ ഇനാഗുറൽ സെറമണിയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടകനായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ പ്രസിഡൻറ്റ് രാജസ്ഥാൻകാരനായ അനീസ് അബ്ബാസിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിലെ പ്രധാന അതിഥികളായിട്ട് ഇവിടുത്തെ ഒരു മിനിസ്റ്റർ ഉണ്ട്, സുജിത് ബോസ്. അദ്ദേഹമാണ് വിശിഷ്ടാതിഥിയായി അവിടെ എത്തുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്വാമി ജ്ഞാനലോകാനന്ദ, അതുപോലെ നാരായൺ ഗോസ്വാമി, അതുപോലെ ഹംദുള്ള സയ്യിദ് തുടങ്ങിയ MP-മാരും ഒക്കെ നമ്മുടെ അതിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഈ കീനോട്ട് അഡ്രസ്സായിട്ട് നമുക്കുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യസഭാ MP ഹാരിസ് കെയും, അതുപോലെ മുഫ്തി മുഹിബുള്ള നദ്വി, അദ്ദേഹം പള്ളിയിലെ ഇമാമുമാണ്. SP-യുടെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് പള്ളി എന്ന് പറയുമ്പം നമ്മുടെ പാർലമെൻറ്റ്. അതെ, അദ്ദേഹം. ഈ 2 പേരാണ് ഒരു പ്രധാന ഈ ഉദ്ഘാടന സെഷനിലെ കീനോട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് പ്രധാന സെഷനായിട്ടുള്ളത്. പിന്നെ അന്ന് നടക്കുന്നത് മുഴുവനും വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന പ്രതിനിധികൾ അവരുടെ സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പ്രോജക്റ്റുകൾ, അവർ കഴിഞ്ഞ 2 വർഷം എന്ത് ചെയ്തു എന്നുള്ളതും ഇനി അടുത്ത പദ്ധതി എന്ത് എന്നുള്ളത് അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് വരുന്ന കൗൺസിൽ മീറ്റിംഗ്, ഈ 2 വർഷം, ഇപ്പോൾ ചെന്നൈയിൽ സമ്മേളനം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയായി. അപ്പോൾ ഈ കമ്മിറ്റിയുടെ കാലാവധി തീർന്നു. അപ്പോൾ പുതിയ കമ്മിറ്റി ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാത്രിയോടുകൂടി നിലവിൽ വരികയും ചെയ്യും. ഇതാണ് ശനിയാഴ്ചത്തെ പ്രധാനപ്പെട്ട പരിപാടി. സെക്കൻഡ് സമാപന ദിവസത്തിലേക്ക് വന്ന് ഞായറാഴ്ചയിലേക്ക് വന്നാൽ, ഞായറാഴ്ചയിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ സെഷനുകളെ പിന്നെ അവൈക്കനിങ്, കോൺഫ്ലുവൻസ്, കോൺവേർജൻസ്, എഡിഫൈ, ട്രാൻസ്ഫോം എന്നീ പേരുകളിലായിട്ട് വ്യത്യസ്ത സെഷനുകൾ പേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് സെഷനുകൾ ഓരോന്നിലുണ്ട്. അതുപോലെ കോൺഫ്ലുവൻസ് ആണ് വളരെ പ്രധാനമായിട്ട് അതിൽ നമ്മുടെ ഷാഹിദ് തിരുവള്ളൂർ പ്രധാനമായിട്ടും NGO-കൾ എങ്ങനെ വളരെ ഫലപ്രദമായി ഗവൺമെൻറ് ഫണ്ടുകളെ ഉപയോഗിച്ച് പ്രവർത്തിക്കാം എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സെഷൻ അതിലുണ്ട്. അതുപോലെ ഒരു അബ്ദുറഹ്മാൻ സാർ, അദ്ദേഹം യൂത്ത് എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ അതിലൊരു പ്രധാന ഒരു സെഷൻ എന്ന് പറയുന്നത് ദാറുൽ ഹുദ ആസാം ക്യാമ്പസിലൊരു വിദ്യാർത്ഥി തൻ്റെ ജീവിതത്തിൽ സമസ്തയും അതുപോലെ ദാറുൽ ഹുദയും ഒക്കെ വരുത്തി വെച്ചൊരു മാറ്റം, ഒരു പേഴ്സണൽ ലൈഫ് എക്സാമ്പിൾ കൊണ്ട്. മലയാളിയാണോ? അല്ല, ഇവിടുത്തെ ആസാമുകാരനാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. ഇത്തരം ഒരുപാട് സെഷനുകളുണ്ട്. ഇതൊക്കെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്നാൽ ഒരുപാട് ആളുകളുടെ പേരുകൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ രത്നചുരുക്കം പറഞ്ഞാൽ, പിന്നെ എഡിഫൈ, നമ്മുടെ ട്രെൻഡ് നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അവർ പല ട്രെയിനിങ് കാറ്റഗറികളുണ്ട്, പ്രീ സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഇതൊരു നാഷണൽ ലെവലിൽ നമ്മൾ ഇതിനെങ്ങനെ വ്യാപിപ്പിക്കാം എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പ്രപ്പോസൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ ക്യാമ്പസ് വിങ്, നാഷണൽ ക്യാമ്പസ് വിങ്ങിൻ്റെ കമ്മിറ്റി അടുത്ത് രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ രീതിയിൽ അവരുടെ ഒരു സെഷനുമുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട സെഷനായിട്ടുള്ളത്. സമാപന സമ്മേളനമാണ് നടക്കുന്നത്. സമാപന സമ്മേളനത്തിൽ പ്രധാനമായിട്ടും നമ്മുടെ ബഹുനിരായ ജിഫ്രി തങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടനം. നമ്മുടെ
ചെയർമാൻ കൂടിയായ സുപ്രീം കൗൺസിൽ SKSFൻ്റെ സുപ്രീം കൗൺസിൽ ചെയർമാൻ സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ബഹുമാന്യനായ ബഹാവുദ്ദീൻ ഉസ്താദാണ് കീനോട്ട് അഡ്രസ്സ് നടത്തുന്നത്. പിന്നീട് ഇവിടുത്തെ മന്ത്രിമാരും അതുപോലെ പൗരപ്രമുഖർ അങ്ങനെ ഒരുപാട് ഒരു ഗസ്റ്റുകളുടെ ഒരു നീണ്ട നിര തന്നെ സമാപന സമ്മേളനത്തിലുണ്ട്. ഏതായിരുന്നാലും ഇനി നമുക്ക് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് അപ്പം അപ്ഡേറ്റ് ചെയ്യാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു.